എന്താടാ എന്റെ കാശ് പോരാ. ക്യാഷ് പോയിന്നാ ഗൂഗിൾ പേക്ക് വേറെ ആൾക്ക് ട്രാൻസ്ഫർ ചെയ്താണേ. ഗൂഗിൾ പേര് 15,000 രൂപ. എങ്ങനെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട്? അക്കൗണ്ടിൽ നിന്ന് പോയതാന്ന്. കറക്റ്റ് നമ്പർ കറക്റ്റായിരുന്നു, നെയിമൊക്കെ കറക്റ്റായിരുന്നു. നോക്കിയാൽ 15,000 രൂപ പോയി. എത്ര? 15,000 രൂപയാ? നീ എന്താ പൊട്ടാനാടാ? തിരിച്ച് വിളിച്ച് ഫുള്ള് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ആ നമ്പറിലേക്ക് വിളിച്ചു നോക്ക്. വിളിച്ചു ഫോൺ എടുക്കാതെ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ്. എന്ത് രക്ഷ? ഓ എന്റെ പൊന്നെ, നിനക്കെന്നല്ല എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഗൂഗിൾ പേയിൽ ഒരാൾക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോൾ, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നമ്പറിലോട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നെങ്കിൽ നമ്മൾ അയക്കുന്നതിന് മുന്നോടിയായിട്ട് അവർക്ക് ആ ടെസ്റ്റ് മെസ്സേജ് അയച്ചു കൊടുക്കുക, കൺഫേം ചെയ്ത് പൈസ അയച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവർക്കൊരു 15,000 രൂപ അയക്കാൻ അതിന് മുന്നോടിയായിട്ട് 1 രൂപ അവർക്ക് അയച്ചു കൊടുക്കുക. ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ പൈസ അയച്ചു കൊടുക്കുക. നമ്മൾ പരിചയമുള്ള ആൾക്കാരാണ് നമ്മൾ പൈസ അറിയാതെ പോയാൽ തിരിച്ചയച്ച്. പരിചയമില്ലാത്ത ആൾക്കാർ ഒരു കാരണവശാലും പൈസ തിരിച്ചയച്ചിട്ടില്ല. ഗൂഗിൾ പേയിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. QR കോഡ് സ്കാൻ ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ പൈസ പോകില്ല. ഇനിയിപ്പോൾ നമ്പറിൽ വേറെ ആൾക്ക് നമ്പറിലേക്ക് അടിച്ചു കൊടുക്കുമ്പോൾ നമ്പർ മാറി വേറെ ആൾക്ക് തരും. പക്ഷെ അതേ നെയിം ആയിരിക്കും വരിക. പക്ഷേ ഈ